രണ്ടാമത് ഗർഭാശയ മുഖ ക്യാൻസർ അഥവാ സർവൈക്കൽ ക്യാൻസർ. ഞാൻ നേരത്തെ പറഞ്ഞു പാപ് സ്മിയർ ആയിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ WHO ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് HPV DNA ടെസ്റ്റ്, അതായത് ഈ ക്യാൻസർ കാരണമായ വൈറസിനെ തന്നെയാണ് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. പാപ് സ്മിയറിനെക്കാട്ടിലും സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും കൂടുതൽ പറയുന്നത് HPV ടെസ്റ്റിനാണ്. പാപ് സ്മിയർ ഒരിക്കലല്ലേ ചെയ്തുള്ളൂ, അങ്ങനെയല്ല. പാപ് സ്മിയർ 3 വർഷം കൂടുമ്പോൾ ചെയ്തിട്ടേയിരിക്കണം. HPV ടെസ്റ്റ് ആണെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ചെയ്താൽ മതി. ഇനി എപ്പോൾ തൊട്ട് ചെയ്ത് തുടങ്ങും? ഏത് വയസ്സിൽ ചെയ്ത് തുടങ്ങും? നമ്മൾ യൂഷ്വലി ഒരു ഗൈഡ് ലൈൻ ആയിട്ട് പറയുന്നത് 30 വയസ്സ് തൊട്ടെന്നാണ്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നേരത്തെ കല്യാണം കഴിഞ്ഞ ആളുകൾ, സെക്ഷൽ ആക്ടിവിറ്റി ബിഗിൻ ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ പറയും കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായിട്ടുള്ളവർക്ക് ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊന്നും ആയിട്ടില്ല 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങാം. 30 വയസ്സാണ് ഒരു എന്താ പറയുക, ഒരു ലിമിറ്റായിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. അതും എത്ര വയസ്സ് വരെ ചെയ്യും? എത്ര വയസ്സ് വരെ ചെയ്യും? കറക്റ്റായിട്ട് 30 വയസ്സിൽ തുടങ്ങി 5 വർഷം കൂടി ചെയ്ത് നെഗറ്റീവാണ്, കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ 75 വയസ്സ് വരെ പറയും. ഇപ്പോഴേ ഇപ്പം 30 വയസ്സിലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അതും ഈ പറയുന്ന പോലെ ലൈഫ് ലോങ് ചെയ്യാം. ഹിസ്റ്ററെക്ടമി, യൂട്രസ് എടുത്തവർക്ക് നമ്മൾ അങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല. കാരണം യൂട്രസ് എടുക്കുമ്പോൾ ഒപ്പം സെർവിക്സും കൂടെ അതിനുള്ളിൽ വരും എന്നുള്ളതുകൊണ്ട്. ഇനി സെയിം വൈറസ് തന്നെ നമ്മുടെ യൂട്രസിന്റെ അല്ലാതെ താഴ്ഭാഗം വജൈനൽ ക്യാൻസറും വൾവൽ ക്യാൻസറും ഒക്കെ ഉണ്ടാകും.